ഇനി നമ്മുടെ ഫൺ പാർട്ട്. ഇന്നലെ ഞാൻ കണ്ടൊരു പ്രകടനം സോഷ്യൽ മീഡിയയിൽ എല്ലാവരും എടുത്തിട്ട് വളരെ അനുഭാവപൂർവ്വം സംസാരിക്കുന്നതാണ്. എനിക്കിതിനകത്ത് ഒറ്റ കാര്യം അറിയാം. ഇത് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഒറ്റ ഇതുള്ളൂ, +1. എന്താണ് ഈ +1? ഇത് ഡോഗ് ഷോയാണ്, തമാശയാണ്, ആളുകളെ പരിഹസിക്കുകയുള്ളൂ എന്നൊക്കെ ഇവർക്ക് അറിയാം. ഇവർ പറയുന്നതിനകത്തും കാര്യമില്ല. ഇവരെന്താണ് പറയുന്നത്? സാമ്രാജ്യ വിരുദ്ധ പോരാട്ടം എന്നാണ്. സാമ്രാജ്യ വിരുദ്ധ പോരാട്ടം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വാട്ട് ഈസ് സാമ്രാജ്യം? സാമ്രാജ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷില് നമ്മൾ പ്ലേ സ്കൂളിലൊക്കെ പറയുന്നൊരു ചളിയുണ്ടല്ലോ, വാട്ട് യു സേ ഇൻ ഇംഗ്ലീഷ്, ദ പേഴ്സൺ വിത്തൗട്ട് എ ബോഡി ആൻഡ് എ നോസ്, നോബഡി നോസ്. അതേപോലെ സാമ്രാജ്യത്വം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോബഡി നോസ്. പിന്നെ സാമ്രാജ്യ വിരുദ്ധ പോരാട്ടം അത് എളുപ്പമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്ത് എന്ത് ചെയ്യുന്നതിനും ഒന്ന് തുമ്മാൻ പോലും എന്തെങ്കിലും എഫേർട്ട് ആവശ്യമാണ്. പിന്നെ വീട്ടിന് പുറത്തോട്ട് ഇറങ്ങുന്നതിലും ഇച്ചിരി റിസ്ക് ഉണ്ട്. കുളിക്കാൻ കയറി കഴിഞ്ഞാൽ കുളിമുറിയിലും തന്നെ വീഴും. ഒരുപാട് റിസ്കുകളും അധ്വാനവും പിന്നെ ഇച്ചിരി ബുദ്ധിയും ക്രിയാശേഷിയൊക്കെ വേണം. പക്ഷെ ഈ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടം നടത്താൻ ഇതൊന്നും ആവശ്യമില്ല. ഒന്നും ആവശ്യമില്ല. ഒരു ഈ പറയുന്ന ബുദ്ധി, ശക്തി, അറിവ്, ക്രിയാശേഷി, കർമ്മശേഷി, റിസ്ക്, ധൈര്യം, ഇതൊന്നും ഒരു സംഗതി ആവശ്യമില്ല. കാര്യം എന്താണ് സാമ്രാജ്യത്വം, എന്താണ് വിരുദ്ധം, എന്താണ് പോരാട്ടം? നോബഡി നോസ്. നോബഡി നോസ്. എ മാൻ വിത്തൗട്ട് എ ബോഡി ആൻഡ് എ നോസ്, നോബഡി നോസ്. ഇതാണ് ഇവിടെ വെച്ച് അടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്മാതിരി ഹിപ്പോക്രസിയാണെന്ന് ആലോചിച്ചു. എന്നിട്ട് നമ്മൾ ഇതൊക്കെ എന്തോ വലിയ പോരാട്ടമായിട്ട് പരിഗണിക്കണമെന്നാണ് പറയുന്നത്. ഇനി ആരെങ്കിലും നാട്ടിൽ ഇനി പോരാളി എന്ന് സ്വയം വിളിക്കും? പോരാളി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന അതിനകത്ത് ഒരുപാട് റിസ്ക് ഉള്ള, ഒരുപാട് ക്രിയാശേഷിയും കർമ്മശേഷിയും ഒരുപാട് കാര്യങ്ങളുള്ള, ഈവൻ സാക്രിഫൈസ് എലമെന്റ്സ് വരെയൊക്കെ ഉള്ള ഒരു വലിയ സംഭവമായിട്ടാണ് പോരാട്ടത്തെ പറയുന്നത്. പക്ഷെ ഈ അതുപോലെ തന്നെ സാമ്രാജ്യത്വം, ഇതെല്ലാം കൂടെ ചേർന്നൊരു സാധനം വെച്ചിട്ട് സ്വയം ഒരു പോരാളിയായിട്ട് ഒരു റിബണും കെട്ടിയങ്ങ് ഇറക്കുകയാണ്. പണ്ട് ഓരോരുത്തർ ഇങ്ങനെ സ്റ്റിക്കറൊക്കെ വെച്ച് കെട്ടിക്കൊണ്ട് പോരാളികൾ, സാമ്രാജ്യ വിരുദ്ധ പോരാളികൾ പോവുകയാണ്. ഇവരെ നിർത്താൻ ഒറ്റ +1 പ്രസ് ചെയ്യുന്നത്. എന്താണ് ഈ +1 എന്നറിയാം? സിമ്പിൾ. ഒരു ബട്ടൺ. ജസ്റ്റ് ഇൻഫോം ദം ദാറ്റ് കേരളത്തിലെ അല്ലെ ഇന്ത്യയിലെ മുഖ്യധാര ഇസ്ലാം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അവർ ഇറാനൊപ്പമല്ല, അവർ മുസ്ലിം രാജ്യങ്ങൾക്കൊപ്പമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നടത്ത അപ്പം നിൽക്കുകയാണ്. വേറെ ഒന്നുമില്ല. ഒരൊറ്റ ജസ്റ്റ് ഇതിപ്പോ SUC ആയിക്കോട്ടെ, മറ്റേ അഗ്രോ കാർഷിക സംഘം ആയിക്കോട്ടെ, മാവോയിസ്റ്റ് ആയിക്കോട്ടെ, അവിടെ നിൽക്കും. ആ +1 എന്ന് പറയുന്ന സാധനത്ത് പ്രസ് ചെയ്താൽ ഇതിപ്പോ അവിടെ നിൽക്കും. ഉറപ്പാ. നിങ്ങളൊന്ന് ചെയ്തു നോക്കും. അതിന് ഇറാനെതിരെ ആയിരിക്കും, ഇറാനെതിരെ വേണത്തിരിക്കും. അവര് പറയുന്ന ആ ഒരു സാധനത്തിന് മാത്രമേ പോവുള്ളൂ. ബാക്കിയൊക്കെ ചുമ്മാതെ വെറുതെ സാമ്രാജ്യ വിരുദ്ധ പോരാട്ടം. ഇവിടെ അതുപോലെ സാമ്രാജ്യ വിരുദ്ധ പോരാട്ടം ഇന്ന് ഞാൻ കണ്ടാണ്. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് എ വ്യക്തി ഓർ എ പാർട്ടി, ബട്ട് സ്റ്റിൽ ഏഷ്യാനെറ്റിന്റെ ഒരു ഇതിനകത്ത് സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ യുദ്ധം ഉണ്ടാകുമായിരുന്നില്ല. സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനിൽ അധിനിവേശം നടത്തി പിന്നെ മടലൊടിഞ്ഞ രാജ്യമാണ് സോവിയറ്റ് യൂണിയൻ. മടലൊടിഞ്ഞു പോയി സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയൻ നടത്തിയ അത്ര അധിനിവേശവും വിദേശ രാജ്യങ്ങളിൽ കയറി കൈകടത്തലും ആക്രമണവും വേറെ ശരിക്കും സൈന്യം ടാങ്കുമായിട്ട് പോയി. അമേരിക്കയൊക്കെ 90-കൾക്ക് ശേഷമാണ് ശരിക്കും. അത് UN അനുമതിയോട് കൂടിയും അങ്ങനെയൊക്കെയാണ് പോയിട്ടുള്ളത്. അതിന് മുന്നേ മൊത്തം സോവിയറ്റ് വൺ വേ ആയിരുന്നു. സോവിയറ്റ് യൂണിയൻ പോയിട്ടാണ് അമേരിക്കയ്ക്ക് തോന്നിയത് ഇത് കൊള്ളാമല്ല, അഫ്ഗാനിസ്ഥാനിൽ കയറിയ, ഹംഗറി കയറിയ, ചെക്കോസ്ലോവാക്യ കയറുക, അല്ലെങ്കിൽ ചൈന ടിബറ്റിൽ കയറിയതുപോലെ, അല്ലെ ചൈന വിയറ്റ്നാമിൽ കയറിയതുപോലെ അധിനിവേശം എന്ന് പറയുന്ന ഒരു സംഗതി. പിന്നെ ഒരു കാര്യം ഇതിനകത്ത് ഞാൻ ഒരു കമന്റ് ചെയ്യാം, പിന്നെ പേര് മറിച്ചിട്ടുണ്ട്. നല്ലൊരു കമന്റാണ്. ഈ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നെങ്കിൽ, പുള്ളി പറഞ്ഞു സോവിയറ്റ് യൂണിയൻ പോയി സോഷ്യലിസ്റ്റ് രാജ്യങ്ങളെല്ലാം പോയതാണ് പ്രശ്നം. അവിടെ രാഷ്ട്രീയമൊന്നുമില്ല, അന്താരാഷ്ട്രമായതുകൊണ്ട് മാത്രം ഞാൻ അത് പറയാണ്. ഈ സോവിയറ്റ് യൂണിയൻ സോവിയറ്റ് യൂണിയൻ തന്നെ തകർന്നത് ഇതുകൊണ്ടാണ്. ഓക്കെ, പിന്നെ കമ്മ്യൂണിസം ഉണ്ടെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് പറയുന്നത്. എവിടെയൊക്കെ കമ്മ്യൂണിസം ഉണ്ടോ അവിടെയെല്ലാം മതം, അത് ബേസിക്കലി മതാധിപത്യത്തിലേക്ക് പോകും. കാര്യം ഒന്നിൽ അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിൽ തന്നെ നിലനിൽക്കും. കാര്യം കമ്മ്യൂണിസം ഇറ്റ് സെൽഫ് ഈസ് എ റിലീജിയൻ. സോ മറിച്ച് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ ആയാലും ഇറാൻ ആയാലും
വേറെ എവിടെ നോക്കിയാലും ആ ഒരു അതേപോലെ ഒരു കമന്റ് ഞാൻ കണ്ടു, ഞാൻ അതുകൊണ്ട് എടുത്തിട്ടിരിക്കുന്നുള്ളൂ. സോവിയറ്റ് യൂണിയൻ തന്നെ ഉള്ളപ്പോൾ തന്നെയായിരുന്നു ഇറാനിലും അഫ്ഗാനിസ്ഥാനിലും കമ്മ്യൂണിസ്റ്റ് ഭരണം അവസാനിച്ചത്. മതഭീകരവാദി ഭരണം വന്നത് കമ്മ്യൂണിസം എവിടെയുണ്ടോ അവിടെ മതഭീകരവാദം വളർന്നിട്ടുമുണ്ട്, ഉറപ്പാണ്. കാരണം ബിക്കോസ് ദേ കനോട്ട് ഫൈറ്റ് റിലീജിയൻ, ബിക്കോസ് ദേ ദംസെൽവ്സ് ആർ റിലീജിയൻ, നമ്പർ 1. നമ്പർ 2, ഫൈനലി എന്ത് ചെയ്യും, ഞങ്ങളെ രണ്ടുപേരെ അടിക്കാൻ ആരുണ്ടറ എന്ന് പറയുന്ന കീലേരി അച്ചു മോഡലിലേക്ക് എവിടെയൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറുന്നുണ്ട് വിത്ത് ഇസ്ലാമുമായിട്ട് ബേസിക്കലി, അല്ലെ അവരെക്കാൾ ശക്തരായിട്ടുള്ള ഒരു ഹിംസാത്മക പ്രസ്ഥാനം ഉണ്ടെന്നുണ്ടെങ്കിൽ ദേ വിൽ ബി വിത്ത് ദം. അതവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ബട്ട് ഫൈനലി ദേ വിൽ പെരിഷ്. ദാറ്റ്സ് വാട്ട് ഹാപ്പൻസ്.